ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, ഏഞ്ചൽ മീഡിയയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന ദിവസം ഉയർപ്പ് കാലത്തിൻ്റെ 3-ാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്ന ദിവസം ചിന്തിക്കുവാനും ധ്യാനിക്കുവാനുമായി തിരുസഭാ മാതാവ് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ പത്രോസ് ശ്ലീഹായുമായി ഈശോ തിബേരിയസ് കടൽ തീരത്ത് വെച്ച് നടത്തുന്ന ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും അതുമായി ബന്ധപ്പെട്ട ചിന്തകളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൽ ധ്യാനിക്കുക. ഇന്നത്തെ ഈ സുവിശേഷത്തിലൂടെ കടന്നുപോയപ്പോൾ എൻ്റെ മനസ്സിൽ പതിഞ്ഞ 2 ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കേണ്ട ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ ചിന്ത ഇപ്രകാരമാണ്: സ്നേഹം എന്ന് പറയുന്നത് വാക്കുകളിൽ ഒതുങ്ങി നിൽക്കേണ്ട ഒരു കാര്യമല്ല, മറിച്ച് അത് പ്രവൃത്തികളിൽ അധിഷ്ഠിതമാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ ചിന്ത. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ പത്രോസിനോട് ചോദിക്കുന്നുണ്ട്, യോഹന്നാൻ്റെ പുത്രനായ ശിമിയോനെ, നീ എന്നെ സ്നേഹിക്കുന്നു? അപ്പോൾ പത്രോസ് അതിന് മറുപടി പറയുന്നുണ്ട്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അപ്പോൾ ഈശോ പറയുന്നു, എൻ്റെ ആടുകളെ മേയ്ക്കുക. അത്തരത്തിൽ 3 പ്രാവശ്യം ഇതേ ചോദ്യവും ഇതേ ഉത്തരവും അതിനുശേഷം ഇതേ ഒരു മറുപടിയും ഈശോ നൽകുകയാണ്: എൻ്റെ ആടുകളെ മേയ്ക്കുക. ഓരോ പ്രാവശ്യം സ്നേഹിക്കുന്നു എന്ന് പത്രോസ് പറയുമ്പോഴും എൻ്റെ ആടുകളെ മേയ്ക്കുക എന്നുള്ളൊരു ദൗത്യം, ഒരു പ്രവൃത്തിയെക്കുറിച്ചൊരു സൂചന ഈശോ പത്രോസിനോട് നൽകുകയാണ്. നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ആടുകളെ മേയ്ക്കുക. അതാണ് ഈശോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്നേഹം എന്ന് പറയുന്നത് വാക്കുകൾ കൊണ്ട് നിൽക്കേണ്ട ഒന്നുമല്ല, മറിച്ച് അത് പ്രവൃത്തികൾ അധിഷ്ഠിതമാണ് എന്ന് ഈശോയുടെ പറയാതെ പറയുകയാണ്. നമുക്കറിയാം മദർ തെരേസയുടെ ജീവിതത്തിലെ ഒരു സംഭവം. തെരേസ ഒരിക്കലും ഒരു തെരുവോരത്തോടെ നടന്നു പോവുകയാണ്. മദർ തെരേസയോടൊപ്പം ഏതാനും ചില സന്നദ്ധ പ്രവർത്തകരൊക്കെ ഉണ്ട്. അങ്ങനെ പോകുന്ന അവസരത്തിൽ ആ തെരുവോരത്ത് ഒരു ഓടയിൽ കിടന്നിരുന്ന ഒരു സ്ത്രീ, ആ സ്ത്രീയെ അവിടെ ഉണ്ടായിരുന്ന ഈ പ്രവർത്തകരും അമ്മയെല്ലാം ചേർന്ന് ഈ ആശ്രമത്തിലെത്തിക്കുകയാണ്, അമ്മയുടെ ആശ്രമത്തിലെത്തിക്കുകയാണ്. തുടർന്ന് ഈ രോഗിണിയായിട്ടുള്ള ഈ സ്ത്രീ, അവളുടെ ദേഹത്തെല്ലാം മുറിവുകളുണ്ട്, കാലിലെ വിരലുകളെല്ലാം ഈ എലി പോലുള്ള ക്ഷുദ്രജീവികളൊക്കെ കടിച്ചു മുറിച്ച് അതിൽ നിന്നൊക്കെ ചലം വന്നിരിക്കുകയാണ്, അതൊക്കെ പഴുത്തിട്ടുണ്ട്. അതുപോലെ ദേഹത്ത് പല മുറിവുകൾ, അതിൽ നിന്നും പുഴുക്കളൊക്കെ ഞൊളയ്ക്കുന്നുണ്ട്. അത്തരത്തിലുള്ള വളരെ ഭീകരമായ, വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞൊരു സാഹചര്യം, ശരീരത്തിൽ നിന്നും ദുർഗന്ധം വമിക്കുന്നുണ്ട്. അതുപോലെ അത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഈ മദർ തെരേസ മറ്റുള്ള ഈ സന്നദ്ധ പ്രവർത്തകരെല്ലാം നോക്കി നിൽക്കെ അമ്മയുടെ കയ്യിലുണ്ടായിരുന്ന തുണിയും അതുപോലെ തന്നെ പഞ്ഞിയും മരുന്നെല്ലാം വെച്ച് ഈ രോഗിയുടെ ദേഹത്ത് കഴുകി തുടച്ച് ഈ മുറിവുകളൊക്കെ കഴുകി പുഴുക്കളെയൊക്കെ എടുത്ത് കളഞ്ഞ് അതുപോലെ തന്നെ കാലിലുള്ള മുറിവുകളൊക്കെ വെച്ച് കെട്ടി ഈ ദുർഗന്ധം വമിച്ചിരുന്ന ആ രോഗിയെ സ്വന്തം മകനെ നോക്കുന്ന ഒരു അമ്മയെ പോലെ ശുശ്രൂഷിക്കുന്നത് കണ്ടുകൊണ്ട് ആ സാമൂഹ്യ പ്രവർത്തകൻ ഇങ്ങനെ പറയുകയാണ്: എനിക്ക് 1 കോടി രൂപ തന്നാലും ഞാനിത് ചെയ്യുകയില്ല. കാരണം അത്രമാത്രം ഒരു ദുർഘടം പിടിച്ച ജോലിയാണ് ഈ അമ്മ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ മദർ തെരേസ ആ ഒരു വ്യക്തിയോട് പറയുകയാണ്: ഞാൻ ഈ ജോലി ചെയ്യുന്നത് ഇതെൻ്റെ ഒരു ശുശ്രൂഷയുടെ ഭാഗമാണ്. എനിക്ക് ഈ വ്യക്തിയെ സ്നേഹമാണ്. ഇതെൻ്റെ സ്വന്തം മകനായിട്ട് അല്ലെങ്കിൽ മകളായിട്ട് ഞാൻ കരുതുന്നത് കൊണ്ടാണ് ഞാനത് ചെയ്യുന്നത്. പണത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്നതല്ല. എനിക്ക് ഈ വ്യക്തിയോട് സ്നേഹം ഉള്ളതുകൊണ്ടാണ് ഞാനിതൊക്കെ ചെയ്യുന്നതെന്ന് ഇങ്ങനെ പറയുകയാണ്. പ്രിയമുള്ളവർ, ഈ സ്നേഹം ഉള്ളിടത്ത് എന്തും ചെയ്യാനായിട്ട് ആർക്കും സാധിക്കും. ഒരിക്കലും ഒരു ബസ്സിൽ ഒരു അമ്മ ഒരു മകനുമായിട്ട് യാത്ര ചെയ്യുകയാണ്. കുറച്ച് ദൂരം മുന്നോട്ട് പോയ സമയത്ത് ഈ മുൻഭാഗത്തിരുന്ന മകൻ ബസ്സിൽ ഛർദ്ദിക്കാൻ തുടങ്ങിയാണ്. അപ്പോൾ ഈ ഛർദ്ദി ഈ മകൻ്റെ അടുത്തിരുന്ന ഒരു വ്യക്തിയുടെ ദേഹത്ത് വീഴുകയും ഈ വ്യക്തി ബഹളം ഉണ്ടാക്കുകയും ചെയ്യുക. ഇത് കണ്ട് സങ്കടം കൊണ്ട് പെട്ടെന്ന് ആ ഒരു സിറ്റുവേഷൻ മറികടക്കുവാനായിട്ട് ആ അമ്മ മകനെ പുറത്തേക്ക് ഛർദ്ദിക്കാനായിട്ട് പറയുകയും, എന്നാൽ അത് സാധിക്കാതെ വന്നു കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ഛർദ്ദി വന്നു കഴിഞ്ഞപ്പോൾ അത് സ്വന്തം കയ്യിലേക്ക് പിടിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഒരു ഛർദ്ദിയൊക്കെ ഉണ്ടാകുന്ന മണവും അതുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടും അതെല്ലാം ഈ അമ്മ സ്വന്തം കയ്യിൽ പിടിച്ചതിൻ്റെ കാരണം എന്താണ്? ആ അമ്മയ്ക്ക് ആ മകനോട് സ്നേഹമുള്ളതുകൊണ്ടാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, സ്നേഹമുള്ളിടത്ത് പലതരത്തിലുള്ള സ്നേഹപ്രവർത്തികൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. നമുക്കും നമ്മുടെ അടുത്ത് ഒരു വ്യക്തി ഒരു ആവശ്യത്തിന് കടന്നു വരുമ്പോൾ ആ വ്യക്തിയോട് നമുക്ക് നല്ല സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളത് എത്രയും പെട്ടെന്ന് സന്തോഷത്തോടെ ചെയ്തു കൊടുക്കും. ഇല്ല എങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒഴികഴിവൊക്കെ പറഞ്ഞ് നമ്മളത് ഒഴിവാക്കും. അപ്പോൾ ഈ സ്നേഹം എന്ന് പറയുന്നത് ആത്മാർത്ഥമാണെങ്കിൽ നമുക്ക് ഈ ജോലികളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ആരോഗ്യം നോക്കുന്നൊരു വ്യക്തി, ഇപ്പോൾ വയറ് കുറയ്ക്കാനായിട്ട് പരിശ്രമിക്കുന്ന വ്യക്തി, സ്വന്തം ശരീരത്തോട് സ്നേഹം ഉണ്ടെങ്കിൽ, ആത്മാർത്ഥത ഉണ്ടെങ്കിൽ അവൻ അതിനുവേണ്ടി അധ്വാനിക്കും, അതിനുവേണ്ടി ഭക്ഷണം നിയന്ത്രിക്കും, അതിനുവേണ്ടി എക്സസൈസ് ചെയ്യും, അതിനുവേണ്ടി ഡോക്ടർ പറയുന്ന നിർദ്ദേശങ്ങളൊക്കെ പാലിച്ച് അതിനുവേണ്ടി പരിശ്രമിക്കും. എന്ന് പറയുന്ന പോലെ ഈ സ്നേഹം എപ്പോഴും പ്രവൃത്തികൾ അധിഷ്ഠിതമാണ്. ഈ സ്നേഹം കൊണ്ട് പല കാര്യങ്ങളും നേടിയെടുക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുമ്പോഴും അതിൽ ചില പ്രവൃത്തികളുണ്ട് എന്ന് മനസ്സിലാക്കുവാനായിട്ട് ഈ 1-ാമത്തെ ചിന്ത നമ്മളെ പ്രേരിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ നമ്മളോട് പറയുന്നത് ഇതുതന്നെയാണ്: നീ സ്നേഹമുണ്ട് എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ പറ്റിക്കുന്ന പരിപാടി നിർത്തുക, മറിച്ച് സ്നേഹത്തിനനുസരിച്ചുള്ള പ്രവൃത്തികൾ നിൻ്റെ ജീവിതത്തിൽ ഇന്നു മുതൽ ചെയ്തു തുടങ്ങുക എന്നുള്ളതാണ്. അതാണ് 1-ാമത്തെ ചിന്ത. ഇനി 2-ാമത്തെ ചിന്ത ഇപ്രകാരമാണ്:
ഈശോ നോക്കുന്നത് നിന്റെ കുറവുകളും ബലഹീനതകളും അല്ല, മറിച്ച് നിന്റെ ഉള്ളിലുള്ള സ്നേഹത്തിൻ്റെ കനലുകളാണ് എന്നുള്ളതാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ പത്രോസ്ലീഹ വലിയൊരു തിന്മ ചെയ്തിട്ടാണ് ഈശോയുടെ മുമ്പിൽ നിൽക്കുന്നത്. വലിയൊരു അപകർഷതാബോധത്തോടുകൂടി തല കുമ്പിട്ട് നിൽക്കുന്ന പത്രോസിൻ്റെ അടുക്കൽ ഈശോ നിൽക്കുകയാണ്. ഈശോയ്ക്ക് വേണമെങ്കിൽ ചോദിക്കാമായിരുന്നു, എന്നാലും നീ എന്നെ പണിയാണ് കാണിച്ചത്. നീ എൻ്റെ കൂടെ 3 വർഷം നടന്ന് ഞാൻ ഉണ്ടാക്കി തരുന്ന ഭക്ഷണവും ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കി അവസാനം നീ എനിക്കിട്ട് പണിതല്ലേ എന്ന് വേണമെങ്കിൽ ഈശോയ്ക്ക് ചോദിക്കാമായിരുന്നു. അത്തരത്തിലുള്ളൊരു പ്രവൃത്തിയാണ് പത്രോസ്ലീഹ ചെയ്തത്. 3 പ്രാവശ്യം ഈശോയെ തള്ളിപ്പറഞ്ഞു. ഈശോയുടെ ഒരു വിഷമഘട്ടത്തിൽ കൂടെ നിൽക്കാതെ തള്ളിപ്പറഞ്ഞ പത്രോസിനെ നോക്കിയിട്ട് 2 ഡയലോഗ് ഈശോയ്ക്ക് അടിക്കാമായിരുന്നു. പക്ഷേ ഈശോ അതല്ല പറഞ്ഞത്, മറിച്ച് ഈശോ ചോദിച്ചത്, യോഹന്നാൻ്റെ പുത്രനായ ശിമയോനെ നീ എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ പത്രോസിൻ്റെ ഉള്ളിലുള്ള സ്നേഹത്തെ ഈശോ കണ്ടു. അതുകൊണ്ടാണ് പത്രോസ് തള്ളിപ്പറഞ്ഞ ശേഷം ദുഃഖിതനായി എന്നുള്ള ഒരു കാര്യം സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ദുഃഖിതനായി തീർന്നതിൻ്റെ കാരണം ഈശോയ്ക്ക് അറിയാമായിരുന്നു, പത്രോസിന് യഥാർത്ഥത്തിൽ ഈശോയുടെ സ്നേഹം ഉണ്ടായിരുന്നു. ആ ഒരു സ്നേഹത്തിൻ്റെ കനൽ അതിങ്ങനെ ഊതാതെ ആളിക്കത്തിക്കാതെ അല്ലെങ്കിൽ ഇങ്ങനെ ചാരം പിടിച്ച് മൂടിക്കിടക്കുകയായിരുന്നു. ആ ഒരു സ്നേഹത്തിൻ്റെ കനൽ പത്രോസിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ ഈശോ 3 പ്രാവശ്യം ആ കനൽ ഊതി അതിൻ്റെ പുറമേയുള്ള ചാരമൊക്കെ കളഞ്ഞ് അത് നല്ല തെളിമയുള്ള സ്വർണത്തിൻ്റെ കളർ പോലെ തീക്കനലാക്കി മാറ്റുകയായിരുന്നു. അപ്പോൾ പ്രിയമുള്ളവരെ, ഈശോ നോക്കുന്നത് നമ്മുടെ കുറവുകളല്ല. നമുക്കെല്ലാവർക്കും ഓരോ കുറവുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു പുരുഷനും സ്ത്രീ അല്ലെങ്കിൽ യുവാവും യുവതിയും, അവർ വിവാഹമൊക്കെ കഴിഞ്ഞ് കുറച്ച് നാളൊക്കെ കഴിയുമ്പോഴത്തേക്കും അവരുടെ ജീവിതത്തിൻ്റെ മേഖലകളിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഒരു പക്ഷേ ഒരു സുന്ദരനായൊരു പുരുഷനെ കണ്ടു കഴിയുമ്പോൾ ഭർത്താവിനെ മറന്ന് ഒരു പക്ഷേ അവൾ ആ പുരുഷനെ ചില സമയത്തെങ്കിലും ഒന്ന് ആഗ്രഹിച്ച് പോകാം. എന്ന് പറയുന്ന പോലെ തന്നെ ഒരു പുരുഷനും പൗരോഹിത്യ ജീവിതത്തിൽ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി 10-12 വർഷക്കാലം സെമിനാരി ജീവിതത്തിലെ ചിലപ്പോൾ ചിലർക്ക് സന്തോഷമായിരിക്കും, ചിലർക്ക് ദുരിതമായിരിക്കും. അവിടുത്തെ ജോലികളൊക്കെ ചെയ്ത് അവിടെ കിട്ടുന്ന ബലഹീനമായ ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് അത്തരത്തിലുള്ള സാഹചര്യത്തിലൂടെ വളരെ കഷ്ടപ്പെട്ട് ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി വൈദികനായിത്തീരുന്ന ഒരു വ്യക്തി. അദ്ദേഹം തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയിൽ മുന്നോട്ട് പോകുന്ന ആ സാഹചര്യത്തിൽ പൗരോഹിത്യ സ്വീകരണമൊക്കെ വളരെ താല്പര്യത്തോടുകൂടിയൊക്കെ സ്വീകരിച്ച് വളരെ പ്രാർത്ഥനയോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകുന്ന തീക്ഷ്ണമതിയായ ഒരു പുരോഹിതൻ അവൻ തൻ്റെ ജീവിതയാത്ര മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ചിലപ്പോൾ പല കാര്യങ്ങൾക്ക് അടിമപ്പെടാം. ചിലപ്പോൾ ആർഭാട ജീവിതത്തിൽ നല്ല വസ്ത്രം ധരിക്കണം, നല്ല ഷൂസ് വാങ്ങണം, അല്ലെങ്കിൽ വില കൂടി കമ്പ്യൂട്ടർ വാങ്ങണം, വില കൂടി മൊബൈൽ ഫോൺ വാങ്ങണം, ഇത്തരത്തിലുള്ള ആർഭാട ജീവിതത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. എന്ന് പറയുന്ന പോലെ തന്നെ അല്ലെങ്കിൽ ഒരു സുന്ദരിയായ ഒരു സ്ത്രീയെ കണ്ടു കഴിയുമ്പോൾ അവളെ ഒന്ന് കല്യാണം കഴിച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നല്ലോ, എനിക്ക് നേരത്തെ ഈ ബുദ്ധി തോന്നിയില്ലല്ലോ എന്നെല്ലാം ചിലപ്പോൾ ഒരു പുരോഹിതനാണെങ്കിൽ പോലും തോന്നാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ ഇതൊക്കെ മാനുഷികമായ ബലഹീനതകളാണ്. ഇതൊക്കെ നമ്മുടെ കർത്താവിന് അറിയാം, ഒരു മനുഷ്യന് എന്തെല്ലാം ബലഹീനതകളാണുള്ളത്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കുന്ന കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതൊന്നുമല്ല, മറിച്ച് അവനോടുള്ള സ്നേഹത്തിൻ്റെ ആ കെട്ടുപോയ കനൽ അല്ലെങ്കിൽ കെടാറായി കിടക്കുന്ന ആ തീക്ഷ്ണത കുറഞ്ഞ കനൽ ഊതിക്കത്തിക്കാനായിട്ടുള്ള പരിശ്രമമാണ് എപ്പോഴും അവൻ നടത്തിക്കൊണ്ടിരിക്കുക. അതാണ് ഈ 3 ചോദ്യങ്ങൾ. എപ്പോഴും നമ്മൾ ഈ 3 ചോദ്യങ്ങൾ നമ്മളോട് തന്നെ ചോദിക്കണം. യോഹന്നാൻ്റെ പുത്രനായ ശിമയോൻ എന്നുള്ള പകരം നമ്മുടെ മാതാപിതാക്കളെ വീട്ടുകാരൊക്കെ കൂട്ടി നമ്മളോട് ചോദിക്കണം, ഇന്ന വീട്ടിലെ ഇന്ന മകനായ ഡാഷ് മോനെ എന്നുള്ളത് മറ്റേ പോസിറ്റീവ് അർത്ഥത്തിലാണ് കേട്ടോ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് നമ്മളോട് തന്നെ ചോദിക്കണം. ഇടയ്ക്കൊക്കെ നമ്മൾ ഈ ചോദ്യം ചോദിച്ചു കഴിയുമ്പോൾ, ഇടയ്ക്കൊക്കെ നമ്മൾ ഈ ഒരു ചോദ്യവുമായിട്ട് കർത്താവിൻ്റെ സന്നിധിയിലായിരുന്നു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി, അതാണ് നമ്മളെ 2ാം ഘട്ടത്തിലേക്ക് നമ്മളെ നയിക്കുക. പത്രോസിനെ സംബന്ധിച്ചത് ഇത് 2ാം ഘട്ടമാണ്. 2ാം ഘട്ടമാണെന്നുള്ളതിനൊരു തെളിവാണ് നമുക്ക് ഈശോ പറയുന്നുണ്ട്, എന്നെ അനുഗമിക്കുക എന്ന് ആദ്യത്തെ പ്രാവശ്യം ഈശോ പത്രോസിനെ വിളിക്കുന്ന സമയത്ത് പറഞ്ഞ അതേ ഡയലോഗ് ഇന്നത്തെ ഈ ഭാഗത്തും എന്നെ അനുഗമിക്കുക എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 3 പ്രാവശ്യം തള്ളി പറഞ്ഞ പത്രോസിനെ കൊണ്ട് 3 പ്രാവശ്യം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത് 2ാം ഘട്ടമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഈ പാപം ചെയ്ത് തിന്മ ചെയ്ത് നഷ്ടപ്പെട്ടു പോയൊരു 1ാം ഘട്ടം ഉണ്ടാവാം. ഇനി 2ാം ഘട്ടത്തിൽ ഈശോ ആഗ്രഹിക്കുന്നത് നിൻ്റെ ഉള്ളിലുള്ള സ്നേഹത്തെ, കർത്താവിനോടുള്ള സ്നേഹത്തെ ജ്വലിപ്പിക്കണം എന്നുള്ളതാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ സ്നേഹമാണ് അവൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് തിരിച്ചവന് കൊടുക്കാനുള്ളതും നമ്മുടെ ഉള്ളിലുള്ള സ്നേഹമാണ്. അതാണ് 2ാമത്തെ ചിന്ത. ഈ 2 ചിന്തകൾ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനായി പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.